കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാകുമ്പോഴും സംസ്ഥാന സർക്കാർ ഒരുക്കിയ സുരക്ഷയിലാണ് കൊച്ചി ചെല്ലാനം നിവാസികൾ. 347 കോടി രൂപ മുടക്കി 7.3 കിലോമീറ്റർ നിർമ്മിച്ച ടെട്രാപോഡുകൾ ഇവരുടെ ജീവിതം സുരക്ഷിതമാക്കി. രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചതോടെ സമീപ തീരപ്രദേശങ്ങളിലേക്കും സുരക്ഷാഭിത്തി സർക്കാർ നിർമ്മിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പാണ് ചെല്ലാനത്തെ ഈ ടെട്രാപോഡ് കടൽഭിത്തി. ഓരോ മഴക്കാലത്തും കടൽ കരിതുള്ളിയെത്തുമ്പോഴും സുരക്ഷാഭിത്തിയുടെ ഉറപ്പിൽ ഇന്നീ മനുഷ്യർ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്. 2-3 വർഷത്തിന് മുമ്പ് കുമ്പളങ്ങി സ്കൂളിലൊക്കെയാണ് പോയി കിടന്നു വെച്ചത്. ഇപ്പം ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ശേഷം വേണ്ടി വന്നല്ലത് അതിനോട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം സർക്കാർ ഒക്കെ ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. കണ്ണമാലിലൊക്കെ ആ ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുമെങ്കിൽ അവിടുത്തെ ജനങ്ങളൊക്കെ രക്ഷപ്പെടും. 347 കോടി ചിലവിൽ 7.3 കിലോമീറ്റർ ടെട്രാപോഡ് കടൽഭിത്തിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത് 2023-ലാണ്. അതിനോട് ചേർന്ന് നിർമ്മിച്ച വാക്വേയിൽ ഇന്ന് നിരവധി പേർ എത്തുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിലൂടെ കടലാക്രമണം നേരിടുന്ന കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർക്കാർ സുരക്ഷാഭിത്തി നിർമ്മിക്കും. എത്രയോ പേരാണ് ഈ കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത് കണ്ട് മനസ്സിലാക്കാൻ പറയുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഈ ടെട്രാപോഡ് സംവിധാനവും കണ്ണമാലി പ്രദേശ ജനങ്ങളാകെ ദുരിതത്തിലുമാണ്. കണ്ണമാലി ചെറുകിട ഭാഗത്തുള്ള ആ പ്രദേശവും രക്ഷപ്പെടുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ദൗത്യം തന്നെയാണ്. ഈ മേഖലയിലെ മുഴുവൻ രക്ഷപ്പെടുത്താൻ ആ രണ്ടാം ഘട്ട പ്രവർത്തനം ഉതകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചെല്ലാനത്തുകാർക്ക് മഴക്കാലം ഒരു പേടി സ്വപ്നമായിരുന്നു. ഇന്ന് നെഞ്ചെടുപ്പില്ലാതെ ഈ മനുഷ്യർ മഴയെ ആസ്വദിക്കുന്നുണ്ട്. ചെല്ലാനത്തെ പോലെ കടലാക്രമണം രൂക്ഷമായ തീരദേശത്തെയും സംരക്ഷിക്കണമെന്നാണ് ഇവരുടെയും ആഗ്രഹം. കടൽ ആർത്തിരമ്പി വരുമ്പോഴും ചെല്ലാനത്തെ മനുഷ്യർ ഇന്ന് സുരക്ഷിതമായി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട്. ഈ കടൽഭിത്തിയുടെ സുരക്ഷാ വലയത്തിൽ കൂടുതൽ തീരങ്ങളിലേക്ക് ഈ കടൽഭിത്തി നിർമ്മിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ക്യാമറമാൻ ഫൈസലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.